സ്പീഡ് സ്ലോ വിടരുത്. അത് അതിലേക്ക് ഒരു കുറച്ച് ലൂസാ അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയത്. സൺസെറ്റ് കാണാൻ പോവാം ജയ്സൽമേറിലെ സൺസെറ്റ്. പൊടിയാണ് വെല്ലുവിളികളാകാം. വേറെ വിളിച്ചോ ഓർത്തേക്ക് തോന്നുന്നു. ഷാമിലൊക്കെ വിളിച്ചോ. ഫുൾ മാസ്ക് കിട്ടില്ല. സൗദമുണ്ട്, നിജുമുണ്ട്, മറ്റേ കയറി ഇറങ്ങി വേറെ തരും. പൊടിയോ വെച്ച് വെൽക്കം ബാക്ക്. അനദർ ഡേ വി ആർ ഇൻ ജയ്സൽമേർ. സൂപ്പർ സ്ഥലമാണത്. സൂപ്പർ സ്ഥലം. മണല് മാത്രമാണ് ഇവിടെ. ഷാമിൻ്റെ ഒരു ആട് ജീവിതം കുറേ ബൈക്ക് റൈഡ്സ് ഉണ്ട്. 400 രൂപയ്ക്ക് ബൈക്ക് റൈഡ് ചെയ്യാൻ പറഞ്ഞത്. താറ് നമ്മൾ ജീപ്പിലാണ് വന്ന് നമ്മളെ ജീപ്പിലാക്കി ഇങ്ങനെ പോയി. നമ്മൾ വരുന്ന വയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടാണ്. ഭയങ്കര വെയിലില്ലേ ഷാമില? ഭയങ്കര വെയിൽ. അതാ ഫോട്ടോ ഷൂട്ടിംഗ് ആണ്. ഇതാ എനിവേ മരുഭൂമി മസ്റ്റ് ട്രൈ. അങ്ങോട്ട് നോക്കിയാൽ മരുഭൂമി തന്നെ. ഒട്ടകത്തിലെ കണ്ണിൽ ഷാമിലുണ്ടാവും. ഒട്ടകത്തിലെ കണ്ണിൽ ഷാമിൽ അങ്ങനത്തെ വീഡിയോ ഫോട്ടോ എടുക്കാൻ നടന്നു ഷാമിൽ. ഇതല്ല ലാസ്റ്റ് ടീമാന്ന് തോന്നുന്നു. ലാസ്റ്റ് ടീമല്ല, ഇനിയും ടീമെന്ന് തോന്നുന്നു. കുറേ ടീം പേരാണ്ട്. അതാ ഫുൾ ബൈക്ക് റൈഡിങ്, ഒട്ടക സഫാരി ആണ്. വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ സൺസെറ്റ് കാണും. അത് മാക്സിമം ഉള്ള ഫുൾ എൻജോയ്മെൻറ്റ്. ഓക്കെ, ബൈ 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 ബൈ. नहीं बैठो 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 पहले बैठो क्या बैठो हंसा व्लॉग व्लॉग नजमा 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 camel camel we are riding camel ഒട്ടക അതാ ഏയ് 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 ക്യാമൽ സഫാരി കൊള്ളാമല്ലോ അൻസ? കൊള്ളാന്ന് ചെറിയ പേടിയില്ലേ വീഴല്ലേ? വീഴൊന്നൊരു പേടിയുണ്ടായിരുന്നു.
അതാ കമന്ററി ഉണ്ട്, കമന്ററി ഫസ്റ്റ് പറഞ്ഞത്. ഫോട്ടോ ഓ കരയുന്നുണ്ട്. സൺസെറ്റ് ആവാൻ സൺസെറ്റ്. ആ അശ്വിൻ കയറ്റുണ്ട്, കയറ്റം കയറുന്ന പ്രശ്നമില്ല, ഇറക്കാൻ പ്രശ്നം. രാവിലെ അതിനൊരു കരച്ചിലും കൂടെ. രാവിലെ കരച്ചിൽ ഇറക്കണില്ല. ആനപ്പുറത്ത് കയറിയ എന്തൊക്കെയോ അടിച്ചു വിടുന്നുണ്ടല്ലേ. ആനപ്പുറത്ത് കയറണൊക്കെ നല്ല റൈഡ്. അതല്ല അത് ഇറങ്ങുമ്പോ പിടിച്ചോണ്ടിട്ടാ അതാ അയാൾ പിടിച്ച് വലിക്കുന്നു. കാലിൽ തയമ്പ് എന്തോ കേറുന്നുണ്ട്. അമ്മ ഇത് കുറെ ജനങ്ങൾ. ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ചെത്തി ഗൈസ്. തിരിച്ച് റിസോർട്ട് പോകാം. റിസോർട്ട് പോകുമ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ ഫുൾ പാർട്ടി നല്ല പരിപാടി ഉണ്ട്. ആരും പൊട്ടണം പോവാ എന്തെങ്കിലൊക്കെ ആവും. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ജയ്സൽമീറിലെ മരുഭൂമിയിലാണുള്ളത്. അവിടെ നമുക്കൊരു സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പൂമാല കിട്ടുകൊണ്ടുള്ള നമ്മളെല്ലാവരും പൂമാല സ്വീകരിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജയ്സൽമീറിൽ ക്യാമ്പ് ഫയർ നടത്തിയ ശേഷം സൺസെറ്റ് ഷെറ്റിയുള്ളൂ നമ്മുടെ റിസോർട്ടിലോട്ട്. അവിടെ ഇന്ന് രാത്രി ക്യാമ്പ് ഫയർ ഡിന്നറൊക്കെ ഉണ്ട്. അതിന് മുമ്പാണ് ഇവർ
Hello guys, welcome back to another day. ജയ്സൽമേർ. വീണ്ടും ജയ്സൽമേർ. എത്ര വ്ളോഗർമാരാണ്? ആ ബായ്. നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. നമ്മൾ കയറുന്നില്ല. വെയിറ്റ് ഒരു ഇറങ്ങിക്കോട്ടെ. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാം, അല്ലേ നമ്മൾ കയറൂലേ? ദിസ് ഈസ് ജയ്സൽമേർ. ദിസ് ഈസ് പുൽദാര ഫോർട്ട്. പുൽദാര ഫോർട്ട് കറങ്ങുകയാണ്. മണ്ണ് കൊണ്ടുള്ള അതവിടെ കുറേ ആൾക്കാർ ഇറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് കയറാം. ഒരു പറഞ്ഞാൽ ഒരിക്കൽ ഇറങ്ങണ്ടേ? ഒരു റോഡാകുമ്പോൾ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഓക്കെ. നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ടോ. എന്റെ മുടി പറ്റിയ കോസ്റ്റ്യൂം അല്ല അത്. അല്ല അല്ലേ? അത് അവര് തിരിച്ചിറങ്ങുന്നു. ഈ ഹൈറ്റ് പേടിയാണ് കേട്ടാ. ഹൈറ്റ് ഇപ്പോൾ ട്രോമയാണ്. അതാണ് പുൽദാര വില്ലേജിൻ്റെ ഒരു ടോപ്പ്. കണ്ടോന്ന് അപ്പുറത്തിപ്പുറത്തേക്ക് ആൾക്കാർക്ക് ഇങ്ങനത്തെ ബിൽഡിങ്ങാണ്. മറ്റു മരുഭൂമി കാണുന്നുണ്ട്. മരുഭൂമിയിലാണ് അങ്ങനത്തെ വണ്ടിയിലേ കാണുക. നമ്മളിന്ന് കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐവിയും പോകുന്നു. എങ്ങനെയാണ് പൊളിഞ്ഞ വീന്ന് പറഞ്ഞിട്ടാ ഫോട്ടോഗ്രാഫി ചെയ്ത അതാ ജേക്കബ്. പോകുന്നു. പോലീസുകാരുണ്ട്. നമ്മൾ താഴത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യുക. ഇതിൽ കാണത്രയൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ വെയിൽ കൊള്ളുക, കാണാം. गवर्नमेंट टीचर हो, गरीब लोग आपकी सेवा के लिए बहुत धन्यवाद है. कितने दूर से ജയ്സൽമേർ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ വന്നിട്ട് ഈ ഫോട്ടോ കണ്ടില്ലെങ്കിൽ കുറച്ചല്ലേ. സ്കേട്ടാ കൊറേ നടക്കാണ്ടില്ല ഇവിടെ. എല്ലാവരും കട കണ്ട അങ്ങനെ കയറിട്ടാ. ഇവിടെ സാധനം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കട ഫുൾ കട കയറാം. അപ്പം കാണാൻ പറ്റും, ഫുഡും കഴിക്കുക കറക്റ്റ് സമയത്ത്. ഇത് 15 മിനിറ്റ് ഫുള്ള് അങ്ങോട്ട് നടക്കണ്ടേ. കടയിൽ നിൽക്കാൻ കേട്ടോ. മാല, മോതിരം എല്ലാം ഗേൾസിന് പറ്റിയെന്ന് കേട്ടോ. കൂടുതൽ
എത്ര ട്രഡീഷൻ ആക്കാൻ നടക്കണം. തിരിച്ചു വരുമ്പോൾ അതിന് ഫോട്ടോ റെഡി മിലേഗ. ഇത് പപ്പറ്റ് ഡാൻസ് കാണണമായിരുന്നു. എനിക്ക് നല്ല പാക്കേജ് ഇല്ലാണ്ട് പപ്പറ്റ് ഡാൻസ് അതിന് കാണൂല അവിടെ. പിന്നെ വരാം പപ്പറ്റ് കാണാൻ. നടക്കും നടക്കും. അങ്ങോട്ടോ യാത്ര. അത് റെയിൽവേ സ്റ്റേഷൻ. ആൾക്ക് ക്രൗഡ് ഫുൾ. ഇത് ഫോട്ടോ എടുക്കാൻ ടൈം എടുത്തോളാം. വലിയ സിറ്റി ഇട്ടാ സ്റ്റേഷനിൽ കോട്ടയാ. കോട്ട കാണാൻ പോവാ. കോട്ട കാണാം. ഇതാണ് വ്യൂ. 2 minutes. ഓക്കെ ഓക്കെ. കോട്ട കാണാൻ പോവാ അടുത്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഡൈനോസർ ഡേ. ദിസ് ഈസ് മുംബൈ. ഞാൻ ഇപ്പോൾ മുംബൈയിലുള്ളത്. ലാസ്റ്റ് ദിവസം ഓഫ് ദ ടൂർ. സ്വാന എല്ലാവരും സീറ്റിനകത്ത് കച്ചറാണ്. അത് ഞാനിവിടെ ഇവിടെ പിടിച്ചിട്ടുണ്ടോ. എൻ്റെ സീറ്റ് ആരാ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രശ്നമില്ല. ഇവിടെ തന്നെ ഞാൻ പ്രോബ്ലം അല്ല കാണാം. അതാ സംഭവം കൈ വയ്യാത്തൊക്കെയാണ്. എന്നാലും ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് പൈസ എടുത്ത് കൈ പിടിക്കുക. കാരണം പോകുന്ന വയ്ക്കുന്നത് വാങ്ങാൻ കിട്ടിയല്ല. പിള്ളേർക്ക് വാങ്ങി കൊടുക്കാമല്ലോ. മതിയാവും തോന്നുന്നില്ലേ. ബാക്കി നമുക്ക് പോകുന്ന നോക്കി എടുക്കാം. എന്തായാലും ബാഗ് ബസ് തന്നെ ഉണ്ട്. ബസ് നമ്മളുണ്ട്. അതാ ഓക്കെ. ടുഡേ ആ പ്ലാൻ ഉണ്ടോ? എന്തോ പട്ടിപ്പോയി. ക്ലിപ്പാണ് ഇന്നത്തെ പ്ലാനാണ്. ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ അല്ല, ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ പോവാണ്. അതാണ് ഇന്നത്തെ പ്ലാൻ. അത് നമ്മുടെ മുംബൈ ഈ സ്റ്റേഷൻ്റെ പേര് മുംബൈ ബാന്ദ്ര ടെർമിനസിൽ നമ്മൾ ഇറങ്ങിയ. അടുത്തത് ഇതിലേക്ക് മുംബൈ ബാൻഡ്രസിൽ നമ്മൾ ഇറങ്ങി. ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. ആ പോകുന്നതായിരിക്കും നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ പോവാ. മസ്റ്റ് വാച്ച് സാധനങ്ങളൊക്കെ പറയുന്നല്ലേ. കച്ചറയാണ്. അത് എല്ലാത്തിലുള്ള എല്ലാവർക്കും സൈഡ് സീറ്റ് വേണം. ഞാൻ എൻ്റെതായ സീറ്റ് പിടിച്ച് എനിക്കിങ്ങനെ ചാരി ഇരുന്ന് പോകാമല്ലോ. നമ്മൾ വിട്ടുവീഴ്ചയൊന്നുമില്ല. ഓക്കെ, ചാരി ഇത് കുറച്ചുകൂടെ കംഫർട്ട്. എനിവേ പോയി അവർ പ്ലാൻ ഗേറ്റ് ഓഫ് ഇന്ത്യ. ടുമാറോ നമ്മൾ തിരൂർ ടു കോളേജിൽ പോവാണ്. കളപ്പാച്ചി കോളേജ്. അത് ടുമാറോ പ്ലാൻ. വി എൻജോയ്.
ഓക്കെ തുറക്കടാ നിനക്ക് അറിഞ്ഞൂടെ കുഴപ്പമില്ല. തുറന്നിട് ബൈ ബൈ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ കാണാം. चलो मुंबई लास्ट डेस्टिनेशन मुंबई 6 സെക്കൻഡ് ഉള്ളൂ 6 സെക്കൻഡ് ഉള്ളൂ 4 സെക്കൻഡ് ഓപ്പൺ ആവും 4 സെക്കൻഡ് അതിൽ ഞാൻ പറഞ്ഞേ 6 നമുക്ക് നേരത്തെ ശരിക്കും ഓപ്പൺ അല്ലല്ലോ. നേരത്തെ ഓപ്പൺ അല്ല, നേരത്തെ വണ്ടി വരാത്തോണ്ടാ. അതെ നല്ല നല്ല ബിൽഡിംഗ് ഉണ്ട്. പാനിയും ബോട്ടിൽ വിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. മുംബൈ കറങ്ങുകയാണ്. ആ ഒരു 2 മണിക്കൂർ കൂടെ മുംബൈ കറങ്ങും. സമ്മതിച്ചേ പറ്റുള്ളൂ. പക്ക പ്ലാനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണും. എല്ലാവരും ഫോട്ടോ സലാം സലാം എന്ന് പറഞ്ഞു. 4ാം വർഷ ബിടെക് വിദ്യാർത്ഥിയുടെ ബുദ്ധിയല്ല അവനുള്ളത്. പണ്ടത്തെ ബോംബെ, ഇന്നത്തെ മുംബൈ. 1914 പണി തുടങ്ങി. അതായത് രാജാവ് ഒരു റാണിയും വരുന്നതിൻ്റെ ഇതിലാണ് അത് പണി തുടങ്ങിയത്. അറിയാം 1924 പണി കഴിഞ്ഞ ഒരു സ്ഥലം. രാജാവിൻ്റെ പേര് പറഞ്ഞു, സ്വരാജ് എന്തും ഛത്രപതി ശിവാജി.
അതിൻ്റെ മൊമെൻ്ററി ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. കണ്ട് ചായ കുടിക്കും, അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കണ്ടില്ലെങ്കിൽ ചായ കുടിക്കും, ചായ മസ്റ്റ്. അതിങ്ങനെ സാധനങ്ങൾ വാങ്ങാണ്ട്, കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം, പിന്നെ കുറച്ച് വാച്ച് ഇഷ്ടപ്പെട്ടു വാച്ച് വാങ്ങണം. ഓക്കെ, നല്ലതായിരിക്കും വിചാരിക്കില്ലേ? എല്ലാം ഇവിടെ വിശ്വസിച്ച് മേടിക്കും. അവിടെ പാൻറ് കട ഉണ്ട്. പാൻറ് കട ഇപ്പോൾ നോർത്ത് വന്നാൽ അതിൽ കോമൺ ആയിട്ട് കാണുന്നത്. കേരളം വിട്ട് കഴിഞ്ഞാൽ പാൻറ് കട ഭയങ്കര എന്തോ ഓഫർ ഉണ്ടോ കേട്ടോ, കൂപ്പൺ കൊടുക്കും. അറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. गेट वे ऑफ इंडिया. ओके, 25 में तरा 25 गेट ആൾക്കാർ വന്നു കേട്ടാ. നമ്മൾ അങ്ങോട്ട് അടുത്ത് താജ് ഹോട്ടൽ. താജ് ഹോട്ടലതാ ഇപ്പോൾ ഗേറ്റ് ഓഫ് ഇന്ത്യ. ഇത് 2 മണിക്ക് ഇറങ്ങും. ഗേറ്റ് ഓഫ് ഇന്ത്യ എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റിനോവേഷനായിട്ട് തോന്നുന്നു. നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫുൾ ക്രൗഡ്. നമ്മുടെ ഫോട്ടോ എടുക്കും. ബൈ ബൈ. ആരാ? ഗേറ്റ് ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ. അതെ, ടൈപ്പ് കാറ്. ടൈപ്പ് ടാക്സികൾ. മുംബൈ പോലീസ്. ലാസ്റ്റ് കഴിഞ്ഞ കാര്യം നമ്മൾ കേരളത്തിലേക്ക് പോവാം. എല്ലാ ടൂറും എല്ലാത്തിനും കഴിഞ്ഞു. നമ്മൾ ഇവിടെ റെയിൽവേന് പ്രശ്നമുണ്ടോ എടുത്തു പറയുകയാണ്. ഇതിൽ കൊടുത്ത് നല്ല വന്ന് നിൽക്കുന്ന ഏതോ സ്ഥലത്താണ് ഏതൊക്കെയോ നിർത്തുക. നമുക്ക് S3 S2ലേക്ക് S2ലേക്ക് പോകുന്നത്. പക്ഷേ ട്രെയിൻ അവിടെ S2 ആണ്, ഇത് ഇവിടെ S2 ആണ്. ഇത് ഉത്തരവാദിത്തമില്ലാത്ത ട്രെയിൻ. അങ്ങനെയാണ് മുംബൈയിലെ അവിടെ കയറാൻ പോകുന്നത്. ക്രൗഡാണ്. വെയിറ്റൊക്കെ സംബന്ധിച്ച് സ്വാമിമാര് ഫുൾ സ്വാമിമാരാണ്. തുടങ്ങി ഐഡിയ ട്രിപ്പിന്റെ അവസാനത്തെ യാത്രയാണ്. എല്ലാം കഴിഞ്ഞു. 22 ദിവസത്തെ 22 ആയിട്ടില്ല, 21 ആയിട്ട്. നാളെ 22ാമത്തെ ദിവസം. സമാപനത്തിലോട്ട് നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു. കുറെ അസുഖങ്ങൾ വന്നു, പക്ഷേ നമ്മളെല്ലാം തരണം ചെയ്തു. സംഭവം അടിപൊളിയായി എൻജോയ് ചെയ്തു. ഒരുപാട്
ഒരുപാട് എല്ലാവരും ആഷ്ന കരഞ്ഞു. കരഞ്ഞു. ഞാൻ കരഞ്ഞത് അതില്ല, വേറൊരു കാര്യത്തിലാണ്. അതാ. അവസാനം എല്ലാവരുടെയും വിഷമയപ്പോൾ ചെറുതായിട്ട് കരഞ്ഞു. സ്വാഭാവികമാണ്. നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതാ. ഓക്കെ, ഇനിമേ നമ്മളെ ടൂറെല്ലാം കഴിഞ്ഞ് ബാക്ക് ടു കേരള, ബാക്ക് ടു ഹോം. കോഴ്സ് കഴിഞ്ഞു നമ്മൾ അൽഫാമൊക്കെ കീറിയേ. കോളേജിന്റെ പേര് നമ്മള് അറിയാറ് അൽഫാമൊക്കെ കീറി ഈ സമയമാരുടെ ഇടയിൽ ഇങ്ങനെ കഴിക്കുന്ന നമ്മള് അടുത്ത് നോക്കണ്ട. ബിരിയാണി ഒക്കെ ഉണ്ട്. ഫുൾ സമയം ഫുഡ് കഴിക്കണ നമ്മൾ അൽഫാം അല്ലല്ല സാമി ശർമ്മ കൺട്രോൾ ഉണ്ടാവും. ഇതൊന്ന് വേളി വെച്ചതാ സെബു. പച്ച ഫ്ലാഗ് സെബു പച്ച ഫ്ലാഗാണ്. എല്ലാം എൽപി മെരിയാലിറ്റി കൂടി ജീവിയാണ്. ആ അത്രേ ഉള്ളൂ. സ്നാക്സ് കൂടുന്തോറും സെബുവിന്റെ എൽപി മെരിയാലിറ്റി കൂടും. സ്നാക്സ് സത്യം പറഞ്ഞാവുന്നില്ല, വേറെ എന്തോ കണ്ടിട്ടാണ്. പച്ച ഫ്ലാഗ് ഇപ്പൊ കുറെ കാലത്ത് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് എല്ലാരും എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഒക്കെ കമന്റ് ചെയ്ത. പച്ച ഇവിടെ ഉണ്ട്, അലേസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു. അലേസ്റ്റ് അല്ല, അലേസ്റ്റ് അല്ല എന്താന്ന് മനസ്സിലാണെങ്കിൽ സ്കൂട്ടി പെട്ടെന്ന് വായിച്ചു. സ്പീഡ് വായിച്ചത് അലേസ്റ്റ് അല്ല. അലേസ്റ്റ് അല്ലെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? കൂട്ടിയിട്ട് കുറെ നേരം വായിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും. ഇവന്റെ മേത്ത് എഴുതിയ സാധനം കൂട്ടി വായിച്ചാ ആന്ന് സ്പീഡിൽ വായിച്ചാ 2 പ്രാവശ്യം വായിക്കേ. അയ്യോ അതിനകത്ത് കീഴിലൊക്കെ ഉണ്ട്. Anyway, ending. Bye. Like, share, support, follow. Bye.